Good afternoon, everyone. Welcome to Civilist 360 IAS Academy and welcome to today's Hindu newspaper analysis. Before going to the detailed discussion of today's Hindu newspaper, we are introducing a new program called Prelims Mains Companion. So, what is this program? This program is an integrated Prelims Mains test series program. And this is a test series. Test series is അതായത് നമ്മുടെ മുന്നിൽ ഇനി ഒരു 10 മാസം ഉണ്ട് അടുത്ത പ്രിലിംസിലോട്ട്. സോ ഈ ഒരു 10 മാസം നമ്മൾ മെയിൻസിനും ഫോക്കസ് കൊടുക്കണം, പ്രിലിംസിനും ഫോക്കസ് കൊടുക്കണം. ഒരു ഐഡിയൽ സ്ട്രാറ്റജി എങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 4 months 4.5 monthsോളം ഏകദേശം നമ്മൾ കൃത്യമായി നമ്മൾ മെയിൻസ് പഠിച്ചിരിക്കണം. പിന്നീടുള്ള മാസങ്ങൾ പ്രിലിംസും പഠിച്ചിരിക്കണം. ഇങ്ങനെയായിരിക്കണം ഏകദേശം ഒരു സ്ട്രാറ്റജി. ഇഫ് യു ജോയിൻ ദിസ് പ്രോഗ്രാം വി വുഡ് ഗിവ് monthly targets, weekly targets and even daily targets ഉണ്ടാവും. So PYQ analysis ഉണ്ടാവും and we also give a summary classes of every subjects. അത് പ്രിലിംസിൻ്റെ ആണെങ്കിലും മെയിൻസിൻ്റെ ആണെങ്കിലും and we also give the material for you to study. So this is a one-stop solution for your UPSC civil service preparation. Okay, this would be helpful for beginners, repeaters and even for working profession ആണെന്നുണ്ടെങ്കിൽ we would arrange separately ഒരു പ്രത്യേക സ്ട്രാറ്റജി ഒക്കെ നിങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കും. If you are interested, contact in this number. Okay, then you would be ഒരു മെൻറ്ററിനെ അലോട്ട് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക്. then ആ മെൻറ്റർ ആയിരിക്കും ത്രൂ ഔട്ട് ദ യുവർ പ്രിപ്പറേഷൻ. അതായത് ഈ 10 മാസം നിങ്ങൾക്ക് പേഴ്സണലായിട്ടൊരു മെൻറ്റർ അസൈൻ ചെയ്തിട്ടുണ്ടാവും. he would guide you throughout the entire preparation. Okay, then നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. തിങ്കളാഴ്ചത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ ഡിസ്കഷനിൽ തിങ്കളാഴ്ചത്തെ ന്യൂസ് പേപ്പർ മാത്രമല്ല ഞായറാഴ്ചത്തെ ന്യൂസ് പേപ്പറിന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സൺഡേയിലെ ന്യൂസ് പേപ്പറിൽ അധികം പ്രധാനപ്പെട്ട UPSC സിലബസിന് ഭയങ്കര ലിങ്ക് വരുന്ന ന്യൂസൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഒരു പബ്ലിക് എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇല്ലീഗൽ മെത്തേഡ്സ് അല്ലാന്നുണ്ടെങ്കിൽ അൺഫെയർ മെത്തേഡ്സ് നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നീറ്റ് ലീക്കേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ബട്ട് ആഡ് ചെയ്തിട്ടില്ല, കാരണം അതിപ്പോഴും നിലവിൽ ബില്ലായിട്ടാണ് നിൽക്കുന്നത്. അതിപ്പോഴും ആക്റ്റായിട്ട് മാറിയിട്ടില്ല. ഇഫ് ഇറ്റ് ബിക്കം ആക്ട് ദെൻ ഐ വുഡ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ മറ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ചൈന, ഇന്ത്യയും ചൈനയും കൂടി ട്രേഡ് നടത്താനായിട്ട് ഷിപ്കില പാസ് 6 വർഷത്തിന് ശേഷം തുറന്നിട്ടുണ്ട്. സോ ഇതൊരു പ്രിലിംസ് പെർസ്പെക്റ്റീവ് ഇമ്പോർട്ടൻ്റാ. ദെൻ ഇതും പ്രിലിംസ് പെർസ്പെക്റ്റീവ് ഇമ്പോർട്ടൻ്റാ. സിയോട്ട എന്ന് പറയുന്ന ഒരു എൻക്ലേവ് ഉണ്ട് സ്പെയിനിൻ്റെ ഇൻ നോർത്ത് അമേരിക്ക, നോർത്തേൺ പാർട്ട് ഓഫ് ആഫ്രിക്ക. അപ്പോൾ അവിടെ ഒരുപാട് ഇല്ലീഗൽ മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. സോ പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന രീതിയിൽ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഹിന്ദു ന്യൂസ് പേപ്പറിൽ 2 പേജോളം ഇതിനെക്കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ കർണാടകയും തമിഴ്നാടും തമ്മിൽ കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട്. സോ വി നീഡ് ടു ഡിസ്കസ് അബൌട്ട് ദ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷൻ എങ്ങനെയാണ്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എങ്ങനെയാണ്. സോ ഒരു കാവേരി വാട്ടർ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. ദെൻ നമ്മുടെ ഹെൽത്ത് സിസ്റ്റംസിൽ ഇപ്പോൾ നമുക്ക് ഫോറിൻ എയ്ഡ് ഫോർ അവർ ഹെൽത്ത് സിസ്റ്റം ഈസ് ഡിക്ലൈനിങ് ആക്ച്വലി. സോ വി നീഡ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ഇൻ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നു, അതിലെന്തൊക്കെ ചലഞ്ചസ് നേരിടുന്നു, എന്താണ് വേ ഫോർവേഡ്. ദെൻ സുപ്രീം കോടതി ഈ അടുത്തൊരു ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മെയ് മാസത്തിൽ. അതായത് സെക്സ് വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും, അതായത് പല സമയത്തും ഹ്യൂമൻ ട്രാഫിക്കിങ് സെക്സ് വർക്കിൻ്റെ ഭാഗമായിട്ട് നടക്കാറുണ്ട്. ലൈക്ക് നമുക്കിപ്പോൾ പല സിനിമകളിൽ നമുക്ക് ഉണ്ടാവും, തട്ടിക്കൊണ്ടുപോയി സെക്സ് വർക്കർ ആക്കുന്നു. ദെൻ അങ്ങനെ ചില ആൾക്കാർ അവരുടെ കൺസെൻറ്റ് കൊണ്ടാണ്, ഇപ്പോൾ അഡൽട്ട് ആണെന്നുണ്ടെങ്കിൽ അവരുടെ സമ്മതം കൊണ്ടാണ് അവർ ആ ജോലി ചെയ്യുന്നത്. സോ ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞ എലമെൻറ്റും അതുപോലെ കൺസെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സെക്സ് വർക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള ന്യൂസ് നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് നമുക്ക് കാവേരി വാട്ടർ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് പറയാം. ഓക്കെ, ഈ കാവേരി റിവർ വാട്ടർ എന്ന് പറയുന്നത് ഈ ഡിസ്പ്യൂട്ട് എല്ലാ വർഷവും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് മൺസൂൺ മഴ നമുക്ക് ഏതൊക്കെ വർഷം കുറവാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വർഷങ്ങളിൽ കർണാടകയും തമിഴ്നാടും തമ്മിൽ കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇപ്പം നിലവിലെ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ കാവേരി വാട്ടർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് വാട്ടർ കർണാടകയിൽ നിന്ന് തമിഴ്നാടിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പല ഡാമും ക്രിയേറ്റ് ചെയ്ത് വെച്ച് തടഞ്ഞു വെച്ചേക്കാം. സോ അതിനെ ചൊല്ലി തർക്കങ്ങളുണ്ട്. പല പൊളിറ്റിക്കൽ ലെവലിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർണാടകയിലെ വാട്ടർ സെക്യൂരിറ്റിനെ ബാധിക്കും, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് തമിഴ്നാടും പിന്നെ അതുപോലെ തന്നെ
കർണാടകയും തമ്മിൽ അടി നടക്കാമെന്ന് വേണമെങ്കിൽ പറയാം. സോ ബിഫോർ ഗോയിങ് ടു ദ ഡീറ്റെയിൽ ഡിസ്കഷൻ നമുക്ക് കാവേരി റിവറിനെ കുറിച്ച് പറയാം. കാവേരി റിവർ ആക്ച്വലി ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ജോഗ്രഫിയിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഇന്ത്യൻ ജോഗ്രഫിയിൽ ഏതൊക്കെയാണ് എവിടെ നിന്നൊക്കെ ഒറിജിൻ ചെയ്യുന്നത്, ഏതൊക്കെയാണ് ട്രിബ്യൂട്ടറീസ്, ഏതൊക്കെയാണ് ലെഫ്റ്റ് ബാങ്ക് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്, ഏതൊക്കെയാണ് അത് കാവേരി റിവറിലുള്ള പ്രധാനപ്പെട്ട ഡാം ഏതൊക്കെയാണ്, ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ കവർ ചെയ്യുന്നതാണ്. സോ നമുക്കൊരു ജിസ്റ്റ് നോക്കാം. ഇവിടെ കാവേരി റിവർ എന്ന് പറയുന്നത് ഒറിജിൻ ചെയ്യുന്നത് വെസ്റ്റേൺ ഗട്ട്സിലെ ബ്രഹ്മഗിരി ഹിൽസിലെ തലക്കാവേരി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് നിന്നാണ്. ഓക്കെ, ഈ തലക്കാവേരി ഇസ് ലൊക്കേറ്റഡ് അല്ലെങ്കിൽ ബ്രഹ്മഗിരി ഹിൽസ് ലൊക്കേറ്റഡ് ഇൻ കർണാടക. സോ കർണാടകയിൽ നിന്നിട്ടാണ് കാവേരി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ദെൻ ഏകദേശം 800 കിലോമീറ്റർ ആണ് അതിന്റെ ലെങ്ത്, അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ദെൻ ഇതിന്റെ ഡ്രെയിനേജ് വരുന്ന, അതായത് ഈ റിവറിലോട്ട് വെള്ളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഒക്കെ ഏരിയാസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 4 പ്രദേശങ്ങളിലായിട്ട്, അതായത് ഒരു യൂണിയൻ ടെറിട്ടറിയും 4 സ്റ്റേറ്റ്സിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നത്. ഇപ്പം ഈ റിവർ നോക്കാം. സോ ഇതിൻ്റെ ഈ ഡ്രെയിനേജ് ബേസിൻ വരച്ചിട്ടുണ്ട്. ഇതിൽ കർണാടക വരുന്നുണ്ട്, കേരളത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്, വയനാട് ഭാഗങ്ങൾ വരുന്നുണ്ട്, ദെൻ തമിഴ്നാട്, ദെൻ ഇവിടെ പുതുച്ചേരിയും വരുന്നുണ്ട്. സോ ഡ്രെയിനേജ് ബേസിൻ ഈ 4 പ്രദേശങ്ങളിലായിട്ടാണ് 3 സംസ്ഥാനങ്ങളിലും ഒരു യൂണിയൻ ടെറിട്ടറിയിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. എന്നിട്ട് ഈ റിവർ ഇവിടെ നിന്ന് ഒഴുകി തലക്കാവേരിയിൽ നിന്ന് ബേ ഓഫ് ബംഗാളിൽ വന്ന് പതിക്കുന്നു. ഇതിന്റെ മേജർ ട്രിബ്യൂട്ടറീസ് എന്ന് വെച്ചാണെങ്കിൽ ആ റിവറിലോട്ട് വെള്ളം കൊണ്ടുവരുന്ന ചെറിയ ചെറിയ നദികൾ അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടത് കബിനി, ഹേമാവതി, ഹാരംഗി, ഭവാനി, അമരാവതി ആൻഡ് നോയൽ. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം. ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മൾ വൃത്തിക്ക് പഠിക്കും. അതായത് ഇതിലേതാ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി എന്നൊക്കെ പഠിക്കുന്നുണ്ടാവും. സോ ദിസ് ഈസ് അബൌട്ട് ദ കാവേരി റിവർ. ദെൻ വി ക്യാൻ ടോക്ക് അബൌട്ട് ദ കാവേരി റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. 1892 ഓക്കെ, ബിഫോർ ഗോയിങ് ടു ദ ഡീറ്റെയിൽ ഡിസ്കഷൻ ഐ നീഡ് ടു ടെൽ വൺ മോർ തിങ്. അതായത് ഇവിടെ ഡിസ്പ്യൂട്ട് ഉണ്ടാവാൻ പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാം. അതായത് പ്രധാനപ്പെട്ടെന്നല്ല, എന്തുകൊണ്ടുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവർ ഇങ്ങനെ ഒഴുകി വരില്ലേ. അപ്പോൾ ഫസ്റ്റ് കടന്നു പോകുന്നത് കർണാടകയിൽ കൂടെയാണ്, അതിനുശേഷമാണ് തമിഴ്നാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ കർണാടക എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക ഇവിടെ ഒരുപാട് ഡാം പണിയുന്നു, വെള്ളം പ്രോപ്പറായിട്ട് തമിഴ്നാട്ടിലോട്ട് ഒഴുക്കുന്നില്ല. അപ്പോൾ എന്താണ്, തമിഴ്നാട്ടിൽ വാട്ടറിന്റെ ഡെഫിഷ്യൻസി വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തമിഴ്നാട്ടിലെ അഗ്രികൾച്ചറിനെയും അവിടുത്തെ ഇറിഗേഷനെയും ഡ്രിങ്കിങ് വാട്ടർ പർപ്പസിനൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തമിഴ്നാട് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഓക്കെ, കർണാടകയ്ക്കാണെങ്കിൽ ഈ റിവർ ഭയങ്കര ഇമ്പോർട്ടൻ്റാ. കാരണം ഇറിഗേഷൻ, അഗ്രികൾച്ചർ ആൻഡ് ബംഗളൂരു. ഓക്കെ, ബാംഗ്ലൂർക്ക് വെള്ളം എത്തിക്കുന്നതൊക്കെ ഈ പ്രധാനമായിട്ടും ഈ റിവറിൽ നിന്നൊക്കെയാണ്. സോ ഈ റിവറിലത്തെ വെള്ളം കർണാടകയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, തമിഴ്നാടിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കർണാടക ചെയ്യുന്ന പല മെഷേഴ്സും തമിഴ്നാടിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. ഇതൊരു ലോവർ റിപ്പാരിയൻ സ്റ്റേറ്റും ഇതൊരു അപ്പർ റിപ്പാരിയൻ സ്റ്റേറ്റും എന്നാണ് ജോഗ്രഫിയിൽ നമ്മൾ പറയാം. കാരണം ഫസ്റ്റ് വരുന്നത് അപ്പർ റിപ്പാരിയൻ, ദെൻ താഴോട്ട് വരുമ്പോൾ ലോവർ റിപ്പാരിയൻ സ്റ്റേറ്റുമാണ്. ഓക്കെ, എന്നാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. 1892 ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അന്ന് മദ്രാസ് പ്രസിഡൻസിയും പ്രിൻസിലി സ്റ്റേറ്റ് ഓഫ് മൈസൂരും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു ഈ റിവറിലെ വാട്ടർ യൂസ് ചെയ്യാൻ വേണ്ടി. അതായത് ഇറിഗേഷൻ വർക്ക്സ് ഈ കാവേരി ബേസിൻസിൽ നടത്താൻ വേണ്ടിയിട്ട്. ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ പറയുന്നത്. പിന്നീട് 1924 ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അതൊരു 50 വർഷത്തെ എഗ്രിമെന്റ് ആയിരുന്നു, ബ്രിട്ടീഷുകാരുടെ സമയത്തുണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് കാവേരി റിവറിൽ കൃഷ്ണരാജസാഗർ ഡാം കർണാടകയിലാണ്, മേട്ടൂർ ഡാം തമിഴ്നാട്ടിലാണ്, ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ വെള്ളം നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനുള്ളൊരു എഗ്രിമെന്റ് ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് 1974 ആ എഗ്രിമെന്റ് അവസാനിച്ചു. അതിനുശേഷം കർണാടക അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ആ വെള്ളം യൂസ് ചെയ്യുന്നത്, ഒരു എഗ്രിമെന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പൊ കർണാടക പല സമയത്തും ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നു, കാരണം എഗ്രിമെന്റ് എക്സ്പയർ ആയി. ഇതിനെ ചൊല്ലി തമിഴ്നാട് പ്രശ്നം ഉണ്ടാക്കും, കാരണം തമിഴ്നാട്ടിലോട്ട് വെള്ളം ലഭിക്കുന്നില്ല. ഓക്കെ, ദെൻ ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ആർട്ടിക്കിൾ 262, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ആർട്ടിക്കിൾ ശരിക്കും നമുക്ക് സുപ്രീം കോടതിക്ക് ഇന്റർ സ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്, അതായത് 2 സ്റ്റേറ്റിൽ കൂടെ നടക്കുന്ന റിവർ ഉണ്ട്, അത് റിലേറ്റഡ് ആയ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യാനുള്ള ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആക്ച്വലി സുപ്രീം കോടതിക്ക് ഇല്ല. അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 262 പ്രകാരം പാർലമെന്റിന് ഒരു അതോറിറ്റിയെ അസൈൻ ചെയ്യാം ഫോർ സോൾവിങ് ദ ഇന്റർ സ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്. അല്ലാതെ സുപ്രീം കോടതിയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഒറിജിനൽ ജൂറിസ്ഡിക്ഷനിലല്ല
ഈ ഇന്റർ സ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് വരുന്നത്. സോ ആർട്ടിക്കിൾ 252 അതാണ് പറയുന്നത്, പാർലമെന്റ് മേ അഡ്ജുഡിക്കേറ്റ് ഇന്റർ സ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്സ് ബൈ ഫോമിംഗ് ആൻ അതോറിറ്റി ഓർ എനിത്തിങ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പാർലമെന്റിന് അധികാരം തന്നല്ലോ, സുപ്രീം കോടതിക്ക് അല്ലല്ലോ. അപ്പോൾ പാർലമെന്റ് അതിനനുസരിച്ച് ഒരു ആക്ട് ഉണ്ടാക്കി, ഇന്റർ സ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് ആക്ട് 1956. ഓക്കെ, അപ്പൊ ഈ ഒരു ആക്ടിന്റെ കീഴിലാണ് ഇപ്പോൾ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട്, ഒരു ട്രിബ്യൂണൽ, ഒരു അഡ്ജുഡിക്കേറ്റിംഗ് ബോഡിയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെയുള്ള ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യുന്നത്, അല്ലാതെ സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജുറിസ്ഡിക്ഷനിലല്ല. ഓക്കെ, എന്നാൽ സുപ്രീം കോടതിക്ക് ഇത്തരം മാറ്റേഴ്സിൽ ഒട്ടും ഇടപെടാൻ പറ്റില്ല എന്നാണോ? അല്ല. എന്നാൽ ചില കാര്യങ്ങൾ സുപ്രീം കോടതിക്ക് ഇടപെടാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ അവാർഡ് കൊണ്ടുവന്നു എന്ന് പറയും. അതിനെ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ അവാർഡ്, അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി ഇടപെടും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവരിപ്പോൾ അവാർഡ് എഴുതിയിരിക്കുന്നതെങ്കിൽ അതിലും സുപ്രീം കോടതി ചിലപ്പോൾ ഇടപെടും. ഓക്കെ, അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. 2018 സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. പിന്നെ മറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിൽ പറയുകയാണെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. ഷെഡ്യൂൾ 7 കീഴിൽ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. സ്റ്റേറ്റ് ഷെഡ്യൂൾ അല്ല, സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ഓക്കെ, അണ്ടർ ദ 7th ഷെഡ്യൂൾ. ഓക്കെ, അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റിൽ 7th ഷെഡ്യൂളിലെ യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് യൂണിയൻ റെഗുലേറ്റ് ഇന്റർ സ്റ്റേറ്റ് റിവർ ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇതിലോട്ട് കിടക്കാം. 2018 സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ വാട്ടർ ട്രിബ്യൂണൽ, കാവേരി വാട്ടറിന്റെ സോൾവ് ചെയ്യാൻ വേണ്ടിയ ട്രിബ്യൂണൽ കൊടുത്ത അവാർഡിന് റിലേറ്റഡ് ആയിട്ട്. അപ്പൊ അങ്ങനെ വന്നേക്കുന്ന ഒരു ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ട്, സുപ്രീം കോടതി ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ട് കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോഡി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു അതോറിറ്റി. അതിന്റെ പേരാണ് കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റി. എന്തിനാണ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലിമെന്റ് ദ ട്രിബ്യൂണൽ അവാർഡ് ആൻഡ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ്. അതായത് നമുക്ക് ഓൾറെഡി വാട്ടർ ട്രിബ്യൂണൽസ് ഉണ്ടാവും, വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ ഉണ്ടാവും. അത് അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളും സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റും നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ്. അതുപോലെ തന്നെ പല റിസർവോയർസിലും വാട്ടർ ലെവൽ മെഷർ ചെയ്യും, ഡാമിൽ എത്രത്തോളം വെള്ളം ഉണ്ടെന്നും അത് എത്രത്തോളം റിലീസ് ചെയ്യണമെന്നും മെഷർ ചെയ്യുന്നു. സോ ബേസിംഗ് സ്റ്റേറ്റ്സ് ഞാൻ പറഞ്ഞു, കർണാടക, തമിഴ്നാട്, കേരള ആൻഡ് പുതുച്ചേരി, ഇവർ തമ്മിലുള്ള ബേസിംഗ് സ്റ്റേറ്റ്സ് തമ്മിൽ ഉള്ള ഒരു കോർഡിനേഷനും ഈ ഒരു അതോറിറ്റി ഉറപ്പുവരുത്തും. പിന്നെ ഈ അതോറിറ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വി ഹാവ് കാവേരി വാട്ടർ റെഗുലേഷൻ കമ്മിറ്റി ഓൾസോ. ഓക്കെ, ദെൻ വാട്ട് ആർ ദ മേജർ ഇഷ്യൂസ്? ഓക്കെ, ഇപ്പോൾ ഇത്രത്തോളം കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസും ലീഗൽ പ്രൊവിഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ദർ ആർ സം ഇഷ്യൂസ്. ഫസ്റ്റ് തിങ്, അൺഇവൺ മൺസൂൺ ആൻഡ് ഡ്രോട്ട്. മെയിനായിട്ടും ഈ കാവേരി റിവർ ഡിസ്പ്യൂട്ട് കർണാടകയും തമിഴ്നാടും തമ്മിൽ വരുന്നത് മഴ കുറവുള്ള പ്രശ്നങ്ങളാണ്. മഴ പ്രോപ്പറായിട്ട് പെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഈ പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കും. സോ കോമ്പീറ്റിംഗ് ഇറിഗേഷൻ റിക്വയർമെന്റ്സ് അവർ വരുന്നുണ്ട്. ഓക്കെ, അർബൻ വാട്ടർ റിക്വയർമെന്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരിലോട്ടൊക്കെ ഒരുപാട് വെള്ളം വേണ്ടേ, അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. പിന്നെ പല ഭാഗത്തും വാട്ടർ ഇൻറ്റൻസീവ് ക്രോപ്പിംഗ് പാറ്റേൺസ്, അതായത് വെള്ളം കൂടുതൽ വേണ്ടി വരുന്ന കൃഷിയാണ്. ഇപ്പം ലൈക്ക് നെല്ലാണെന്നുണ്ടെങ്കിലും ഷുഗർ കെയിൻ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് വാട്ടർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്രോപ്പാണ്. സോ അവരുടെ കൃഷി ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നമുക്കത് മാറ്റണം. അപ്പോൾ വെള്ളം നമുക്ക് ആ ബേസിൽ കൃഷി ചെയ്യുന്ന അഗ്രികൾച്ചറിൻ്റെ ക്രോപ്പിംഗ് പാറ്റേണൊക്കെ നമുക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചും കൂടി ബാധിക്കുന്നുണ്ട്. ഓക്കെ, പല ഹീറ്റ് വേവ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ, അപ്പോൾ വാട്ടറിൻ്റെ ഡിമാൻഡും കൂടുന്നുണ്ട്. അത് മാത്രമല്ല പൊളിറ്റിക്കൽ ആൻഡ് ഫെഡറൽ ടെൻഷൻസും വരുന്നുണ്ട്. രണ്ട് സ്റ്റേറ്റ്സ് തമ്മിലുള്ള പൊളിറ്റിക്കൽ ഡിഫറൻസ് ഒക്കെ ഈ ഒരു ഇഷ്യൂവിൽ ബാധിക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ ചലഞ്ചസ് എക്സിസ്റ്റിംഗ് നൗ. ആൻഡ് ദെൻ വാട്ട് ഇസ് എ വേ ഫോർവേഡ്? എന്ത് ചെയ്യണം? ഫസ്റ്റ് തിങ്, ഇൻ്റഗ്രേറ്റഡ് റിവർ ബേസിൻ മാനേജ്മെൻറ്റ് നമ്മൾ ഉറപ്പുവരുത്തണം, എല്ലാ സംസ്ഥാനങ്ങളും തമ്മിൽ സംയോജിതമായിട്ട്. ദെൻ സയൻറ്റിഫിക് ആൻഡ് റിയൽ ടൈം വാട്ടർ അക്കൗണ്ടിങ് നമ്മൾ ഉറപ്പുവരുത്തണം. ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ ഉറപ്പുവരുത്തുക, അതായത് വാട്ടർ ഇൻറ്റൻസീവ് ക്രോപ്സിന് പകരം വാട്ടർ ലെസ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ലൈക്ക് മില്ലറ്റ്സ് ഒക്കെ നമ്മൾ കൃഷി ചെയ്യുക. ദെൻ ഡിസ്ട്രിക്ട് ഷെയറിംഗ് ഫോർമുല ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം. കോപ്പറേറ്റീവ് ഫെഡറലിസം ഉറപ്പുവരുത്തുക, സംസ്ഥാനങ്ങൾ തമ്മിലും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളും സ്റ്റേറ്റ്സും തമ്മിൽ സെൻട്രലും തമ്മിലുള്ള ഒരു കോപ്പറേഷൻ നമ്മൾ ഉറപ്പുവരുത്താം. അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു നമുക്കൊരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ന്യൂസ്. അതായത് ഇത് ഇന്നത്തെ ന്യൂസ് പേപ്പറിലാണ്. ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസ്, അതിനാണ് LMICs എന്ന് പറയുന്നത്, ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസ്. അവർ പബ്ലിക് ഹെൽത്തിൽ നടത്തുന്ന ഫൈനാൻസ്,
പബ്ലിക് ഹെൽത്ത് മേഖലയിലുള്ള ഫൈനാൻസിങ് വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി കുറച്ച് വർഷങ്ങളായിട്ട് നോക്കുമ്പോൾ അവരുടെ GDPയുടെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട് ഈ പബ്ലിക് ഹെൽത്തിന് ഉറപ്പുവരുത്താനുള്ള ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ. ഗവൺമെൻറ് ബഡ്ജറ്റ് അലോക്കേഷൻ നടത്തുന്നു, അതായത് പബ്ലിക് ഹെൽത്ത് കൂട്ടാനായിട്ട്. അതിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിലും അത് സഫീഷ്യൻ്റ് അല്ല. മാത്രമല്ല ഇപ്പം നിലവിൽ നമുക്ക് ഫോറിൻ എയ്ഡ് ഇൻ ഹെൽത്ത് സെക്ടർ വളരെ കുറവാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഹെൽത്ത് സെക്ടറിലോട്ട് കുറേ കോൺട്രിബ്യൂഷൻസ് ഒക്കെ വരാറുണ്ട്, പക്ഷെ ഇപ്പം നിലവിൽ അതില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞ ആ സെക്ടറിൽ കൂടുതലും ഫോക്കസ് ഇപ്പം നിലവിൽ കൊടുത്തേ പറ്റും. ഓക്കെ, ദെൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. എന്താണ് ഇപ്പം നിലവിലെ ഇഷ്യൂ? ഫസ്റ്റ് തിങ്, ഡിക്ലൈനിങ് ഹെൽത്ത് ഫൈനാൻസിങ്. നമ്മൾ ശരിക്കും ഒരു ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മേഖല എത്രത്തോളം നമ്മൾ പൈസ ചിലവാക്കണോ അതിൻ്റെ പകുതിയെ ഇപ്പോൾ ചിലവാക്കുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഡിക്ലൈൻ ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻറ്റ് ഫോർ അസ്. നമുക്ക് കോവിഡ് ഒക്കെ വന്നിരുന്ന സമയത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് അസിസ്റ്റൻസ് ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിലവിൽ അങ്ങനെയല്ല, നല്ല രീതിയിൽ ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോറിൻ എയ്ഡ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് തന്നെ കൂടുതൽ ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദെൻ റൈസിങ് ദ പബ്ലിക് ഡെപ്റ്റ്. ലോകത്തിൽ തന്നെ ആക്ച്വലി മറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഇന്ത്യയുടെ ആണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും ഇത് കൂടുന്നുണ്ട്, ഡെപ്റ്റ് കൂടുന്നുണ്ട്, കടം. അപ്പോൾ കടം കൂടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഹെൽത്ത് സെക്ടറിൽ ഫോക്കസ് ചെയ്യുന്നത് കുറയ്ക്കും. ഓക്കെ, അതും നിലവിലൊരു ഇഷ്യൂ ആണ് അല്ലേ. ദെൻ മറ്റ് ഇഷ്യൂസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പൈസ നമ്മൾ ചിലവാക്കുമ്പോഴുള്ള ഇഷ്യൂ പറയാം. അതായത് ഫസ്റ്റ് തിങ്സ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് അലോക്കേറ്റഡ് ഫണ്ട്സ്. നമ്മൾ ഒരു ഹെൽത്തിൻ്റെ ഒരു സ്കീമാവട്ടെ ഇതിൽ നടപ്പിലാക്കാൻ വേണ്ടി ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക ഗവൺമെൻറ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു മിനിസ്ട്രിക്ക്. അവരത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല. അതിലൊരു 85-90% ഒക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 10-15% ഒന്നും ഫണ്ട് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ലൈക്ക് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിയർലി ഒരു 2/3 ഓഫ് ദ അലോക്കേറ്റഡ് ഫണ്ടാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹെൽത്ത് മിഷൻ, നാഷണൽ ഹെൽത്ത് മിഷൻ നോക്കുകയാണെങ്കിൽ പ്രിവെൻറ്റീവ് അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് തടയാനും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് തടയാനും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസയുടെ വെറും 26% ചിലവാക്കിയിട്ടുള്ളൂ. സോ ദർ ഈസ് എ അണ്ടർ യൂട്ടിലൈസേഷൻ. ഓക്കെ, ദെൻ മറ്റൊരു പ്രശ്നം മിസ്അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. എക്സസീവ് ഫോക്കസ് ഓൺ ദ സെക്കൻഡറി ആൻഡ് ടെർഷറി ക്യൂറേറ്റീവ് കെയർ. നമ്മൾ സെക്കൻഡറി ആൻഡ് ടെർഷറി ക്യൂറേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജ് അതുപോലുള്ള സംഭവമില്ല, ഹൈ ലെവലിലുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, അതിലാണ് കൂടുതലും ഫോക്കസ് കൊടുക്കുന്നത് ഇപ്പോൾ നിലവിൽ. അല്ലാതെ ഈ ഫണ്ട് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയറിലോട്ടും പ്രൈമറി ഹെൽത്ത് കെയറിലോട്ടും ഡിസീസസിൻ്റെ സർവൈലൻസിലോട്ടും സാനിറ്റേഷൻ വാക്സിനേഷൻ ഇതിലോട്ടല്ല ഫോക്കസ് പോകുന്നത്. ആക്ച്വലി ഈ ഒരു മേഖലയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതായത് പ്രിവെൻറ്റീവ് കെയർ, പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ വേറെയാണ്, പൊളിറ്റിയിലാണ്. ഓക്കെ, പ്രിവെൻറ്റീവ് കെയർ ആണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. അതായത് ഒരു രോഗം വന്നിട്ട് നമ്മൾ ചികിത്സിക്കുന്നതിന് നമ്മൾ ക്യൂറേറ്റീവ് കെയർ എന്ന് പറയും. എന്നാൽ രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതിന് പ്രിവെൻറ്റീവ് കെയറും എന്ന് പറയും. സോ പ്രിവെൻറ്റീവ് കെയറിൽ ഫോക്കസ് ചെയ്യണം. ഇത്തരം മേഖലയിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ദെൻ മറ്റു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പൈസ കൊടുത്താൽ അതിൻ്റെ തന്നെ കറപ്ഷൻ, അഴിമതി. ഓക്കെ, അഴിമതിയും പൂവർ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയും. അവർക്കത് പ്രോപ്പറായിട്ട് ഫണ്ട് യൂസ് ചെയ്യാനുള്ള ചിലപ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടാവില്ല. അങ്ങനെ പല ടെക്നോളജിക്കൽ ഫെസിലിറ്റീസ് കുറവായിരിക്കും. അങ്ങനെ പൈസ കിട്ടിയാൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ സെൻട്രലൈസ്ഡ് ആണ് പലതും. അതായത് സെൻട്രലൈസ്ഡ് ഹെൽത്ത് സിസ്റ്റം. നമുക്ക് ആക്ച്വലി എപ്പോഴും നല്ലത് ഡീസെൻട്രലൈസ്ഡാണ്. അതായത് ലോക്കൽ ഗവൺമെൻറ്റ്സിനൊക്കെ ഈ പബ്ലിക് ഹെൽത്ത് ആയിട്ടുള്ള മേഖലയിൽ ഇൻവോൾവ് ചെയ്യാനുള്ള അധികാരം ലഭിക്കണം. എന്നാൽ അവർക്ക് അതിൻ്റെ അടുത്തുള്ള അവകാശങ്ങളും അധികാരങ്ങളൊക്കെ കുറവാണ്. സോ അതും നമ്മൾ ഉറപ്പുവരുത്തണം. ദീസ് ആർ ദ ചലഞ്ചസ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ വേ ഫോർവേഡ്? ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് വി നീഡ് ടു ഇംപ്രൂവ് ദ ബഡ്ജറ്റ് യൂട്ടിലൈസേഷൻ. അതായത് പൈസ നമ്മൾ കൊടുക്കുന്നുണ്ട്, അത് ടൈമിൽ യൂസ് ചെയ്യാം. അതായത് ടൈമിൽ റിലീസ് ചെയ്യുക, പൈസ ഗവൺമെൻറ് കൊടുക്കുക, അത് ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ദെൻ മോണിറ്ററിങ് അക്കൗണ്ടബിലിറ്റി ആൻഡ് അതായത് എൻഷുറിങ് അക്കൗണ്ടബിലിറ്റി. അതായത് പൈസ കൊടുത്തതിന് കറപ്ഷനിലോട്ടൊന്നും പോകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ദെൻ പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയറിൽ കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അത് രോഗം വന്നിട്ട് ചികിത്സിക്കാണ്ട് ഭേദമാണ് രോഗം വരാതിരിക്കുന്നത്. സോ പ്രൈമറി ഹെൽത്ത് കെയർ, സാനിറ്റേഷൻ, ന്യൂട്രീഷൻ, വാക്സിനേഷൻ, ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിസീസ്, ഈ മേഖലയിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുക.
പിന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നേരിടുന്ന പ്രധാനപ്പെട്ട ചലഞ്ചാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കൂടുന്നുണ്ട്. അതായത് പകരാത്ത നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പകരുന്നു. ഇപ്പോൾ പനിയൊക്കെ പകരില്ലേ, അതല്ലാത്ത ഡിസീസ് ലൈക്ക് ഒബേസിറ്റി, ഡയബറ്റീസ്, അല്ലാന്നുണ്ടെങ്കിൽ കാർഡിയോ വസ്കുലർ ഡിസീസസ്, ഹൈപ്പർ ടെൻഷൻ, ഇതെല്ലാം കൂടുന്നുണ്ട്. സോ ആ ഒരു മേഖലയിലും നമ്മൾ ഫോക്കസ് കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മുടെ യൂത്ത് പോപ്പുലേഷനിൽ തന്നെ പല നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ലൈക്ക് ഒബേസിറ്റി കൂടുന്നുണ്ട്. ഓക്കെ, then strengthening the governance, transparency, reducing the corruption, then public financial management and procurement efficiencies ഒക്കെ നമ്മൾ കൂട്ടുക. അത്തരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ, നമുക്കൊരു പ്രശ്നം ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ന്യൂസ്, ഓക്കെ, ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അടുത്ത ന്യൂസിലോട്ട് പോകുന്നത് ഇതിൽ ഇമ്പോർട്ടൻസ്, ഇന്ത്യക്ക് എന്താ ഇമ്പോർട്ടൻസ് നോക്കാം. ഫസ്റ്റ് തിങ്, എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ പബ്ലിക് ഫണ്ട് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അതായത് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്. എന്താണ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്? യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, അത് ഇന്ത്യയുടെ ഏത് ഭാഗത്തുള്ള ആൾക്കാട്ടെ, ഏത് ക്ലാസ്സിൽ പെടുന്ന ആൾക്കാട്ടെ, ഏത് കാസ്റ്റിൽ പെടുന്ന ആൾക്കാട്ടെ, റിലീജിയനിൽ പെടുന്ന ആൾക്കാട്ടെ, എല്ലാവർക്കും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആക്സസിബിൾ ആണ്. നല്ല ക്വാളിറ്റി ഓഫ് സർവീസസ് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഫൈനാൻഷ്യലി വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന് പറയും. ഓക്കെ, നമുക്ക് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജാണ് വേണ്ടത്. അത് ഉറപ്പുവരുത്താനും ഹെൽത്ത് ഇക്വിറ്റി ഉറപ്പുവരുത്താനും ഡിസീസസിൻ്റെ പ്രിവെൻഷൻ ഉറപ്പുവരുത്താനും ചൈൽഡ് ഹെൽത്തും മെറ്റേണൽ ഹെൽത്തും പിന്നെ COVID-19 പോലെയുള്ള എന്തെങ്കിലും പാൻഡമിക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിപ്പയർനെസ്സിന് നമുക്ക് എന്ത് വേണം? പ്രോപ്പറായിട്ട് ഫണ്ട് യൂട്ടിലൈസ് ചെയ്തേ പറ്റും. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യ. ദെൻ ദ നെക്സ്റ്റ് ന്യൂസ്, നമുക്ക് ഈ വർഷം മെയ്യിൽ ഒരു സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് സെക്സ് വർക്കേഴ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്, സെക്സ് വർക്കേഴ്സിൻ്റെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് പല സമയത്തും ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ഗംഗുബായ് സിനിമ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈക്ക് മനുഷ്യ കടത്ത് ചെയ്തിട്ട് അവരെ സെക്സ് വർക്കേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ അത്തരം കാര്യങ്ങൾ നമ്മൾ തടയണം. അതിനുള്ള അധികാരം പോലീസിനും ഗവൺമെൻറ്റിനും എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, ലോക്കൽ അതോറിറ്റീസിനൊക്കെ ഉണ്ട്. എന്നാൽ ഒരു വ്യക്തി കൺസെൻറ്റോടെ സ്വമേധയാണ്, സ്വന്തം ഇഷ്ടപ്രകാരമാണ് സെക്സ് വർക്കറായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ തടയാനുള്ള അധികാരം ഗവൺമെൻറ്റിനില്ല. ബിക്കോസ് ദർ ഇസ് എ റൈറ്റ് ടു ഈക്വാലിറ്റി ആൻഡ് ആർട്ടിക്കിൾ 19 വരുന്നുണ്ട്, ആർട്ടിക്കിൾ 21 വരുന്നുണ്ട്, ആർട്ടിക്കിൾ 14 പറഞ്ഞ പോലെ. പിന്നെ ഇതുപോലെ ഒരുപാട് ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്. സോ there should be a distinction between the human trafficking and consent based adult sex work. ഓക്കെ, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറഞ്ഞേക്കുന്ന സെയിം കാര്യം തന്നെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നോക്കാം. ഓക്കെ, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19 1G, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 23, ഇത്തരം ഫണ്ടമെൻ്റൽ റൈറ്റിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ വിധി, നേരത്തെ പറഞ്ഞ വിധി, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഒരു കാര്യം കൂടി പറയാം, ആർട്ടിക്കിൾ 142ൻ്റെ ബേസിസിലാണ്, ആർട്ടിക്കിൾ 142ൻ്റെ ബേസിസിലാണ് സുപ്രീം കോടതി ഇങ്ങനൊരു ജഡ്ജ്മെൻറ്റ് വന്നേക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ആർട്ടിക്കിൾ 142? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയം നമുക്ക് നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് നിയമങ്ങളുണ്ടാവും. ആ നിയമങ്ങളൊന്നും ഒരു വ്യക്തിക്ക് ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, നീതി പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ സുപ്രീം കോടതി ഡയറക്റ്റായിട്ട് ഇടപെട്ടിട്ട് അണ്ടർ ആർട്ടിക്കിൾ 142ൻ്റെ കീഴിൽ ആ ഒരു വ്യക്തിക്ക് ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യും, അഥവാ കംപ്ലീറ്റ് ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യും എന്ന് പറയും. അതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിക്ക് അധികാരം നൽകിയിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 142. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 142ൻ്റെ കീഴിലാണ് ഇങ്ങനൊരു ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതി വന്നേക്കുന്നത്. സോ അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ കൂടി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് നോക്കാം. ഫസ്റ്റ് തിങ്, ഫോഴ്സ്ഡ് റെസ്ക്യൂ. അതായത് പല ആൾക്കാരും കൺസെൻറ്റ് ബേസ്ഡ് ആയിരിക്കും സെക്സ് വർക്ക് ചെയ്യുന്നുണ്ടാവുക, അവരെ ഫോഴ്സ്ഫുള്ളായിട്ട് റെസ്ക്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത കാര്യം, ഇപ്പോൾ റെസ്ക്യൂ ചെയ്തിട്ട് അവരെ ഷെൽട്ടർ ഹോംസിലോട്ട് കൊണ്ടുപോയി എന്ന് വിചാരിക്കും. അവിടെ ആക്ച്വലി ഹ്യൂമൈൻ കണ്ടീഷൻസ് നമ്മൾ ഉറപ്പുവരുത്തണം. മാത്രമല്ല അത് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ആണ്, അല്ലാതെ ഡിറ്റൻഷനുള്ള സെൻറ്റേഴ്സ് അല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അവരെ റീഹാബിലിറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ അവിടെ ആണെന്നുണ്ടെങ്കിൽ ഷെൽട്ടർ ഹോംസിനാണെങ്കിൽ സ്ത്രീകൾക്ക് സ്വന്തമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവും ചില സമയം അവിടെ കുറയുന്നുണ്ട്, അവിടുത്തെ പല ആക്ടിവിറ്റീസും കാരണം. ദെൻ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഇപ്പോൾ മെയിൻലി സെക്സ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ബിലോങ് ടു പുവർ, ദളിത് ആൻഡ് ആദിവാസി കമ്മ്യൂണിറ്റീസ് ആയിരിക്കും മെയിൻലി. ഈ ഇത്തരം മേഖല ഒരു പരിധി വരെ
മെജോറിറ്റി ഓഫ് ആൾക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇവരോടുള്ള ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോലീസിനാണെന്നുണ്ടെങ്കിലും സൊസൈറ്റിക്കാണെങ്കിലും പല ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷൻ ഇവരുടെ ഭാഗത്തു നിന്നുണ്ട്. സോ അത് പാടില്ല. ഓക്കെ, ദെൻ നീഡ് ഫോർ ബെറ്റർ ഇംപ്ലിമെൻറ്റേഷൻ. ഇപ്പോൾ ഒരുപാട് നിയമങ്ങൾ ലീഗൽ റൈറ്റ് സെക്സ് വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന മേഖലയിൽ ഇത് വർക്കിംഗ് അല്ല പ്രോപ്പറായിട്ട് അവർക്ക് ഡിഗ്നിറ്റി ഉറപ്പുവരുത്താൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ നിയമങ്ങളും ലീഗൽ റൈറ്റ്സും മറ്റെന്തും ഉണ്ടെങ്കിലും. ദെൻ വേ ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെൻറ്റ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് അഡൾട്ട് സെക്സ് വർക്കേഴ്സ് ഉറപ്പുവരുത്തണം. ഓക്കെ, അവരുടെ കൺസെൻറ്റ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ അവരെ അതിന് അനുവദിക്കണം. ദെൻ ഷെൽട്ടർ ഹോംസ് സേഫ് ആയിരിക്കണം, വോളണ്ടറി ആയിരിക്കണം, റൈറ്റ് ബേസ്ഡ് ആയിരിക്കണം. പോലീസ് ആണെന്നുണ്ടെങ്കിലും NGOs ആണെങ്കിലും പല റീഹാബിലിറ്റേഷൻ ഏജൻസീസിൻ്റെയും പ്രവർത്തനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രാൻസ്പാരൻസി കൊണ്ടുവരണം. പിന്നെ ഡിസ്ക്രിമിനേഷൻ നമുക്ക് ഉറപ്പുവരുത്തുക. മാത്രമല്ല സെക്സ് വർക്കേഴ്സിന് ഹെൽത്ത് കെയർ, ഓക്കെ, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, ലീഗൽ എയ്ഡ്, സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ഒക്കെ ഉറപ്പുവരുത്താം. പിന്നെ സെക്സ് വർക്കേഴ്സിൻ്റെ പല ഓർഗനൈസേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഓർഗനൈസേഷൻസ് കൂടി പല പോളിസി മേക്കിങ്ങിലോട്ടും പോലീസിങ്ങിലോട്ടൊക്കെ ഇൻവോൾവ് ചെയ്യുക. അപ്പോൾ അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ മനസ്സിലാവും സെക്സ് വർക്കേഴ്സിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ്, ഇതെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ന്യൂസ്. ഇത് ഭയങ്കര ഒരു ചെറിയ ന്യൂസാണ്, പ്രിലിംസ് പെർസ്പെക്റ്റീവിലാണ്. 6 വർഷത്തോളം ഷിപ്കില പാസ് എന്ന് പറയുന്നത് അടച്ചു വെച്ചേക്കായിരുന്നു, ഓപ്പൺ അല്ലായിരുന്നു. മീൻസ് അതിലുള്ള ട്രേഡും കാര്യങ്ങളൊന്നും സമ്മതിച്ചിരുന്നില്ല. ഇപ്പം നിലവിൽ അത് സമ്മതിച്ചു. അതായത് അപ്പോൾ ഷിപ്കില പാസ് ആണ് ന്യൂസിലുള്ളത്. ഓക്കെ, ഇത് ഷിപ്കില പാസിനെ കുറിച്ച് പറയാം. അതായത് ഷിപ്കില പാസ് എന്ന് പറയുന്നത് ഒരു ഹിമാചൽ പ്രദേശിലാണ്, ഹിമാചൽ പ്രദേശ് കിനൗർ ഡിസ്ട്രിക്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്നിട്ട് അതായത് ഇന്ത്യനെയും ചൈനയെയും കണക്ട് ചെയ്യുന്ന ഒരു റൂട്ടാണ് ഷിപ്കില പാസ്. ഓക്കെ, ചൈനയുടെ ടിബറ്റൻ മേഖല, ഓക്കെ, അതായത് ഹിമാചൽ പ്രദേശിനെയും ചൈനയുടെ ടിബറ്റൻ മേഖലയെയും കണക്ട് ചെയ്യുന്ന ഒരു റൂട്ടാണ് ഷിപ്കില പാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം 4000 കിലോമീറ്ററോളം 4000 മീറ്ററോളം ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൗണ്ടെയിൻ പാസ് ആണിത്. സോ ഇത് തുറന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്ന വെച്ചാൽ എക്കണോമിക് ബെനിഫിറ്റ്സ് ആണെങ്കിൽ ബോർഡർ ഏരിയാസിലെ എക്കണോമി ഇത് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം പല ആൾക്കാർക്കും എംപ്ലോയ്മെൻറ്റും സെൽഫ് എംപ്ലോയ്മെൻ്റ് ഒക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. പിന്നെ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡർ റീജിയൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെയും ചൈനയുടെയും. പിന്നെ പണ്ട് നമുക്കൊരു ആൻഷ്യൻ സിൽക്ക് റൂട്ട് എന്ന് പറയും ട്രേഡിന് വേണ്ടിയിട്ട്, അത് റിവൈവ് ചെയ്യാനും കൂടി നമുക്ക് ഹെൽപ്പ് ആകും. ദെൻ ആ ഒരു ഏരിയയിൽ റീജിയണൽ ഡെവലപ്മെൻറ്റ്, പല ഇൻഫ്രാസ്ട്രക്ചേഴ്സും റിമോട്ട് ബോർഡർ വില്ലേജസ് ഒക്കെ ഇത് ട്രേഡ് ചെയ്ത് കണക്ഷൻസ് കൂടി എക്കണോമി ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം മേഖലകളും ഇൻഫ്രാസ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ഇറ്റ്സ് ഗുഡ് ഹെൽപ്പ് ദ റൂറൽ അല്ലെങ്കിൽ റിമോട്ട് ബോർഡർ വില്ലേജസ്. ഓക്കെ, ദെൻ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റേബിൾ ഇന്ത്യ ചൈന റിലേഷൻ. അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ പല സമയത്തും ക്ലാഷസ് വരാറുണ്ട്, പല മേഖലയിലും പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ 2020 നമുക്ക് ഗാൽവൻ വാലി ക്ലാഷസ് ഉണ്ടായിരുന്നു. സോ അവർ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഷിപ്കില പാസ് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ടെറൈൻ, ഹാർഷ് ടെറൈൻ ആൻഡ് ഹാർഷ് വെതർ, ഡിഫിക്കൽട്ട് ടെറൈൻ ആൻഡ് ഹാർഷ് വെതർ. അതായത് അവിടുത്തെ കാലാവസ്ഥ ഭയങ്കര പ്രശ്നം, അപ്പോൾ ട്രേഡിങ്ങിനെ അത് ബാധിക്കുന്നുണ്ട്. പിന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ആ ഒരു ഷിപ്കില പാസിൽ കൂടെ ട്രേഡ് നടക്കുന്നുള്ളൂ. കസ്റ്റംസ് ആൻഡ് സെക്യൂരിറ്റി റെഗുലേഷൻസും ഭയങ്കര എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുമില്ല. ദീസ് ആർ ദ ചലഞ്ചസ് ഇൻ ദാറ്റ് ഏരിയ. ദെൻ വേ ഫോർവേഡ് ഇപ്പോൾ തന്നെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുക. അതായത് ഇമ്പോർട്ട് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഗുഡ്സിൻ്റെ ലിസ്റ്റ് കൂട്ടുക, ബോർഡർ ഇൻഫ്രാസ്ട്രക്ചേഴ്സും ലോജിസ്റ്റിക് ഫെസിലിറ്റീസും ഉറപ്പുവരുത്തുക, കസ്റ്റംസ് ട്രേഡ് ഫെസിലിറ്റീസ് സ്ട്രെങ്തൻ ചെയ്യുക. ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ബോർഡർ ഏരിയാസ് വൈൽ എൻഷുറിംഗ് നാഷണൽ സെക്യൂരിറ്റി. ആ മേഖല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചൈനയിൽ നിന്ന് ഇന്ത്യയിലോട്ട് കണക്ഷൻ വരുന്ന, സോ നമ്മൾ നാഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ആംഗിൾ നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, ദീസ് ആർ ദ വേ ഫോർവേഡ്. ദെൻ ദ ലാസ്റ്റ് ന്യൂസ്, അതായത് സ്പെയിനിൻ്റെ ഒരു എൻക്ലേവ് ആണ് സിയോട്ടോ എന്ന് പറയുന്നത്. ഞാൻ ഇതിലോട്ട് വരാം. അതായത് ഇത് ആഫ്രിക്ക. ഓക്കെ, ഇത് ആഫ്രിക്കയാണ്. ഇവിടുന്ന് താഴോട്ട് ഇത് യൂറോപ്പിൻ്റെ മേഖല. ആഫ്രിക്കയുടെ ഏറ്റവും മേലുള്ള രാജ്യമാണ് മൊറോക്കോ എന്ന് പറയുന്നത്. ഈ മൊറോക്കോയുടെ അല്ലെങ്കിൽ നോർത്തേൺ പാർട്ട് ഓഫ് ദ ആഫ്രിക്കയുടെ മേൽഭാഗത്ത് സ്പെയിന് 2 എൻക്ലേവ് ഉണ്ട്, അല്ലെങ്കിൽ സ്പെയിൻ്റെ ടെറിട്ടറി ഉണ്ട്. അതാണ് സിയോട്ട എന്ന് പറയുന്നതും മെലീല എന്ന് പറയുന്നതും. ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഈ മൊറോക്കോ എന്ന് പറയുന്ന രാജ്യത്തു നിന്നും ഈ സിയോട്ടയിലോട്ട് ഒരുപാട് ഇല്ലീഗൽ മൈഗ്രേഷൻ വരുന്നുണ്ട്. ഏകദേശം ഒരു ദിവസം തന്നെ 60,000-ഓളം ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പല ആൾക്കാർ ഇപ്പോൾ 67-70 ആൾക്കാർ മരിക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ ഒരു കടൽ വഴി പോകും, മുങ്ങി മരിക്കും, അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. സോ ഇവർ ബോർഡർ ഏരിയയിൽ കുറേ സെക്യൂരിറ്റീസൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി സ്പെയിനും ശ്രമിക്കുന്നുണ്ട്. സോ ഇതൊരു പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന രീതിയിലാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം സിയോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരുടെ ടെറിട്ടറിയാണ്? ഓക്കെ, അത് സ്പെയിനിൻ്റെ ടെറിട്ടറിയാണ്. മൊറോക്കയിൽ നിന്ന് സിയോട്ടയിലോട്ട് ഒരുപാട് മൈഗ്രേഷൻ വരുന്നുണ്ട്. സോ പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്, വേറെ അത്രയധികം ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ദെൻ വി ആർ ഗിവിങ് UPSC മെയിൻസ് മോഡൽ ക്വസ്റ്റ്യൻ. യു ക്യാൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് യു ക്യാൻ സെൻഡ് ഇറ്റ് ടു ദിസ് മെയിൽ. അങ്ങനെയാണെങ്കിൽ ഇവാലുവേറ്റ് ചെയ്ത് തിരിച്ചയക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.